ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സമീര എഴുതിയിരിക്കുന്ന ഒരു മെയിൽ വായിക്കാം. മാഡം, എൻ്റെ പേര് സമീര. യഥാർത്ഥ പേരല്ല. എനിക്ക് 30 വയസ്സുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷമായി. ഒരു കുട്ടിയുണ്ട്. കുട്ടിക്ക് 3 വയസ്സ്. ഭർത്താവ് ഒരു കമ്പ്യൂട്ടർ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. വലിയ തിരക്കുള്ള ജോലിയാണ്. രാവിലെയും വൈകിട്ടും ഒക്കെ പല ഷിഫ്റ്റായിട്ടാണ്. ഹസ്ബൻഡ് വീട്ടിൽ അച്ഛനും അമ്മയുമുണ്ട്. പക്ഷേ അമ്മായിമ്മയും അമ്മായപ്പനും തമ്മിൽ മിണ്ടുകയോ അല്ലെങ്കിൽ സഹകരിക്കുകയോ ഒന്നും ചെയ്യില്ല. അവർ തമ്മിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ആക്ച്വലി അമ്മായിമ്മ പണ്ടേ പ്രായത്തിന് മൂത്തതാണ്. അമ്മായപ്പനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ചുള്ളനായിരിക്കുകയാണ്. പക്ഷേ അമ്മായിമ്മയ്ക്ക് നന്നായി പ്രായം ബാധിച്ചിട്ടുണ്ട്. ഒരു ഘട്ടമായി കഴിഞ്ഞപ്പോഴേക്കും അവർ തമ്മിൽ ഉടക്കുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അമ്മായിമ്മയും അമ്മായപ്പനും തമ്മിൽ മാനസികമായി ഒത്തിരി അകൽച്ചയിലാണ്. എൻ്റെ ഭർത്താവിൻ്റെ അനിയത്തി, അവളും പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത്. അതിന് എതിർപ്പില്ലായിരുന്നു. കാര്യം ജാതിയും മതവും സാമ്പത്തിക സ്ഥിതിയും ഒക്കെ തുല്യമായ ഒരു പയ്യനെ തന്നെയാണ് അവൾ കല്യാണം കഴിച്ചത്. ഇവിടെ അടുത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത്. ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്കാണ് താമസം. അവൾക്കും ഒരു കുട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മായിയും എപ്പോഴും അവിടെ ആയിരിക്കും. രാവിലെ ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി മേശപ്പുറത്തെടുത്ത് വെക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരമില്ലല്ലോ. അദ്ദേഹം അത് കഴിച്ചിട്ട് ബിസിനസ്സിന് പോകും. അങ്ങനെയാണ്. വലിയ സമ്പന്നനാണ് എൻ്റെ അമ്മായപ്പൻ. പുള്ളി നല്ല ടിപ്പ് ടോപ്പിൽ വലിയ കാറിലൊക്കെയാണ് നടക്കുന്നത്. പക്ഷെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സ്വന്തം ഭാര്യയെ ആ കാറിൽ കയറ്റുകയോ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോയെന്ന് അന്വേഷിക്കുകയും ചെയ്യാറില്ല. വിവാഹത്തിന് മുമ്പ് ഈ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ പിന്നാണ് കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ ഒരു ദിവസം ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ എല്ലാവർക്കും നമ്മളോട് അകൽച്ച തോന്നും. എൻ്റെ ഭർത്താവും അങ്ങനെ തന്നെയാണ്. പിന്നെ നീ ആണെങ്കിലും അയാളൊന്ന് സൂക്ഷിക്കണം. അയാൾ ഒരസൽ കോഴിയാണ് എന്ന് എന്നോട് അമ്മായിമ്മ പറഞ്ഞു. ഒരുങ്ങിയിറങ്ങി പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സംശയം തോന്നും. ഒത്തിരി അധികം സ്ത്രീകളുമായിട്ട് പലതരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങേർക്കുണ്ടായിരുന്നു. ഞാനത് കണ്ട് മടുത്ത് അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ വിവാഹബന്ധം ഉപേക്ഷിക്കാനൊന്നും വയ്യ. കാര്യം 2 മക്കളുണ്ട്, അതും മുതിർന്ന മക്കൾ. അതുകൊണ്ട് ഞാൻ എൻ്റെ വഴിക്ക് ജീവിച്ചോളാം, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് അന്ന് ഞങ്ങൾ പിരിഞ്ഞതാണ്. ഭാഗ്യത്തിന് എൻ്റെ മോള് പ്രേമിച്ച് കല്യാണം കഴിച്ച് അവർ രണ്ടുപേരും കൂടി ഒറ്റയ്ക്ക് ആദ്യമേ ജീവിക്കാൻ തീരുമാനിച്ചു. അവരെ കൊണ്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു വീട് വാങ്ങിപ്പിച്ചത് ഞാനാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ മോടെ കൂടെ നിൽക്കാം. ഇവിടോട്ട് എപ്പോഴും വരേണ്ട കാര്യമില്ല എന്ന് അമ്മായിമ്മ പറഞ്ഞു. എന്നാലും അച്ഛൻ അമ്മയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, എനിക്ക് മാസം 20,000 രൂപ എൻ്റെ ബാങ്കിൽ ഇട്ട് തരും. ഞാൻ അയാളെ സ്നേഹിച്ചു കൂടെ വന്നല്ലേ, അതിൻ്റെ പ്രതിഫലമാകും. ഞാനും തിരിച്ചൊന്നും പറയാൻ പോകില്ല. എൻ്റെ കാര്യങ്ങൾക്ക് അത് മതി. മോളും ഭർത്താവും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എൻ്റെ മോനുമുണ്ട്, നീയും ഉണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മക്കളല്ലേ, എൻ്റെ കൂടെ കാണുമെന്ന് പറഞ്ഞു. അവർ ഒരു പാവമാണെന്നും ഒത്തിരി ചതിക്കപ്പെട്ടതാണെന്നും എനിക്ക് മനസ്സിലായി. അമ്മായപ്പനോടുള്ള ഇംപ്രഷൻ എനിക്ക് ആദ്യമേ പോയി. അങ്ങനോട് എനിക്ക് വലിയ അടുപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും എന്നോട് ഭയങ്കര സ്നേഹമാണ്. നല്ല രീതിയിൽ സംസാരിക്കും. വെറുപ്പിക്കാനൊന്നും ഞാൻ പോകാറില്ല. ഭർത്താവ് എന്നോട് പറഞ്ഞു, അച്ഛനെ വെറുപ്പിക്കരുത്, നല്ല പൂത്ത പണം കയ്യിലുണ്ട് എന്നൊക്കെ എൻ്റെ ഭർത്താവ് പറയും. എന്തിനാണ് വെറുതെ വെറുപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാനും അടങ്ങിയൊതുങ്ങിയിരുന്നു. അങ്ങനെ ഞാൻ ഗർഭിണിയായി. ആ സമയത്തൊക്കെ അച്ഛന് സാമ്പത്തികമായ സഹായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സമവായത്തിലാണ് അമ്മായിച്ചനുമായി ഞാൻ മുന്നോട്ട് പോയത്. മാഡം, ഏകദേശം 1 വർഷത്തിന് മുമ്പാണ് ഞങ്ങളുടെ ഈ വീടിന് തൊട്ടടുത്ത് ആ വീട്ടിലെ ആളുകൾ വിറ്റിട്ട് പോയി. ഒരു പ്രായമായ അച്ഛനും അമ്മയായിരുന്നു. അവർ മകളുടെ കൂടെ അങ്ങ് പോയതാണ്. പുതുതായി വന്നത് 10-38 വയസ്സുള്ള ഒരു ചേച്ചിയും ചേട്ടനുമാണ്. ചേട്ടന് ഗവൺമെൻറ്റിലാണ് ജോലി. അവരെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. 2 കുട്ടികളുമുണ്ട്. അവർ അധികം ആൾക്കാരോടൊന്നും സഹകരിക്കാറില്ല. ഇത്തിരി തടിയുള്ള, കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല, ഒരു ആവറേജായിട്ടുള്ള സ്ത്രീയാണ്. എന്നോട് വല്ലപ്പോഴും മിണ്ടും. പക്ഷേ സഹകരണം വളരെ കുറവായതുകൊണ്ട് പുതിയ വീട്ടുകാരോട് എനിക്കും അത്ര വലിയ അടുപ്പമൊന്നും തോന്നിയില്ല. ഒരു ദിവസം വലിയൊരു വഴക്ക് കേട്ടുകൊണ്ടാണ് അടുക്കളയിൽ നിന്ന് ഞാൻ സിറ്റ് ഔട്ടിലേക്ക് ചെന്നത്. അപ്പോഴുണ്ട് അപ്പുറത്തെ ആ സ്ത്രീ തുള്ളിക്കൊണ്ട് അവിടെ നിൽക്കുന്നു. നല്ല പൊളിച്ചു തെറിയാണ് അവർ പറയുന്നത്. അതിന് മറുപടിയായിട്ട് അമ്മായിച്ചനും എന്തൊക്കെയോ തെറി വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. അവരുടെ ഭർത്താവ് അവിടെ ഇല്ലെന്ന് തോന്നുന്നു. മക്കൾ 2 പേരും മതിലിനടുത്ത് നിന്ന് അമ്മേ ഇങ്ങി വാ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളവിടെ നിൽക്ക്, പറഞ്ഞിട്ട് വരട്ടെ, എങ്കിലും ഇങ്ങനെ അസുഖം തീരുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് അമ്മായിമ്മ അവിടെയില്ല, ഭർത്താവ് അവിടെയില്ല. 2 പേരും തെറി വിളിക്കുന്നത് നിർത്താൻ പ്ലാനിലെന്ന് കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ എന്താ ഇത്? ചേച്ചി എന്താ പറ്റിയത്? എന്താണെന്നങ്ങ് പറയൂ. വെറുതെ തെറി വിളിച്ച് ആൾക്കാരെ കൂട്ടണ്ട. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ഒന്ന് നിർത്തിയിട്ട് കാര്യം എന്തെന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും ആ സ്ത്രീ എൻ്റെ നേർക്ക് പൊട്ടിത്തെറിച്ചു. എടീ, നീ ഒരു ചെറുപ്പക്കാരിയല്ലേ, നീ നിൻ്റെ അമ്മായച്ചനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാകും.
അതോ നീയും കൂടി അറിഞ്ഞിട്ടാണോ ഈ തരികിട? ഭർത്താവ് രാവിലെ അങ്ങ് പോകുമല്ലോ, അവൻ പല സമയത്ത് ഇവിടെ രാത്രിയിലും കാണില്ല. അമ്മായിച്ചനും മരുമകൾക്കും അതൊരു ഉപകാരവുമായെന്ന് ഞാൻ പറഞ്ഞു. ദേ ചേച്ചി, നാക്കിനിടയില്ലെന്ന് വെച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയരുത്. എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ പറ, അത് കേട്ടിട്ട് ബാക്കി ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എടി നിൻ്റെ അമ്മായിച്ചൻ അവിടെ ജനലിൻ്റെ അവിടെ വന്നിട്ട് എന്നെ അങ്ങേര് മാടി വിളിക്കുകയാണ്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇല്ലടി, അയാൾ അവിടെ നിന്ന് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്വയം കോപ്രായം കാണിക്കുന്നു. ഒരു വട്ടമാണെങ്കിൽ അങ്ങ് സഹിക്കാം, ഇപ്പോൾ ഇത് 10ാമത്തെ വട്ടമാണ് ഇങ്ങയുടെ കൊലുക്കുത്ത് ഞാൻ കാണുന്നത്. ഇന്ന് ഞാൻ നിർത്തും എന്ന് പറഞ്ഞാണ് അവർ വഴക്കുണ്ടാക്കുന്നത്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അച്ഛാ, എന്തൊക്കെയാണ് ഇവർ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഏയ് അങ്ങനൊന്നുമല്ല, ഞാൻ ജനൽ തുറന്നിട്ടിട്ട് എൻ്റെ റൂമിൽ നിന്ന് ഒന്ന് ഡ്രസ്സ് മാറാൻ പോലും പറ്റില്ലേ, ഇവിടെ വന്ന് നോക്കുന്നത് എന്തിനാണെന്ന്. ഞാൻ പറഞ്ഞു, അന്യൊരു വീടിൻ്റെ വാതിൽ അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റൂം കാണുമെങ്കിൽ നമ്മൾ എപ്പോഴാണെങ്കിലും ശ്രദ്ധിക്കില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴേക്കും അവർ ചാടി വീണു. അയ്യോ, നീയാണെങ്കിൽ പറഞ്ഞു നിൻ്റെ അമ്മായിപ്പനെ അങ്ങ് ന്യായീകരിക്കുകയാണല്ലോ. എടീ, അങ്ങേര് കാണിച്ച തോന്നിയാസാണ്, അല്ലാതെ ഈ പറഞ്ഞതുപോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തൊന്നുമല്ല. ഇങ്ങേര് കാമദേവനാണെന്നാണോ ഇങ്ങേരുടെ ഭാവം? എന്തായാലും ഞാനതിലൊന്നും വീഴില്ല. അപ്പോഴേക്കും അമ്മായിച്ച് ചാടി വീണു. അയ്യോടി, നിന്നേക്കാൾ ബെസ്റ്റാ താടക, നിന്നെ ആര് ശ്രദ്ധിക്കും? നിന്നെ ലോകത്തിൽ നിന്റെ ഭർത്താവല്ലാതെ ആ പോങ്ങനല്ലാതെ ഒരാൾ പോലും ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞ് മുട്ട വഴക്കായി. അപ്പോഴേക്കും അയലത്തുകാരൊക്കെ കൂടി അച്ഛൻ്റെ ലീലാവിലാസങ്ങളൊക്കെ അവർ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. അവരൊക്കെ മൂക്കത്ത് കൈവച്ചു. എന്തായാലും അച്ഛൻ എന്ത് ന്യായീകരണം പറഞ്ഞാലും ഒരു സ്ത്രീയല്ലേ പറഞ്ഞത്, അതിനല്ലേ വില കാണൂ. അടുത്തുള്ളവരൊക്കെ അവരെയാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോഴേക്കും അവർക്ക് ഇളക്കം കയറി. കിളവനായിട്ടും ഇയാൾ മുഖത്ത് പുട്ടിയിട്ട് ഇറങ്ങല്ലേ, കൊച്ചു പിള്ളേരെ വലവേശി പിടിക്കാൻ എന്ന് പറഞ്ഞ് അവരെന്തൊക്കെയോ പറഞ്ഞു. എന്നെ വളയ്ക്കാൻ നോക്കണ്ടെന്നും ഞാൻ ക്യാഷ് കൊടുത്താൽ വീഴുന്ന ടൈപ്പല്ലെന്നും കുടുംബത്തിൽ പിറന്നാണെന്നൊക്കെ പറഞ്ഞ് അവർ കിടന്ന് വല്ലാത്ത ഒച്ചയായിരുന്നു. പിന്നെ കൂടെ കൂടിയവരൊക്കെ എൻ്റെ അമ്മായിച്ചനെ സപ്പോർട്ട് ചെയ്തില്ല. അതോടുകൂടി അമ്മായിച്ചൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് വീടിനകത്തേക്ക് കയറിപ്പോയി. ആ ചേച്ചിയെ ഞാൻ സമാധാനിപ്പിച്ചങ്ങ് വിട്ടു. ചേച്ചി, കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നാറും, അതുകൊണ്ട് ചേച്ചി അങ്ങ് സമാധാനപ്പെട്. ചേട്ടൻ വരുമ്പോൾ ഞാൻ കാര്യങ്ങൾ പറയാം, പുള്ളി സംസാരിക്കും. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല, വേണമെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് അച്ഛൻ്റെ റൂം അങ്ങ് മാറ്റാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടു. അല്ലാതെ എന്താ ചെയ്യുക? പക്ഷെ ഞാൻ ഭർത്താവിനെ വിളിക്കാനൊന്നും പോയില്ല. വൈകിട്ട് വരുമ്പോൾ പറയാം. കാര്യം ഇപ്പോൾ വിളിച്ച ടെൻഷനായിരിക്കും. ഞാൻ അമ്മായിമ്മോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, ഇത് ഇന്ന് ഒന്നിലും തുടങ്ങിയതല്ല, പണ്ടേ ഉള്ളതാണ്. എൻ്റെ പൊന്നുമോളെ, എനിക്കിതൊന്നും ശരിയാക്കാൻ വയ്യ, അതുകൊണ്ട് നീ മിണ്ടാനേ പോകണ്ടെന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിപ്പൻ അടുക്കളയിൽ വന്നിരുന്നിട്ട്, ആ സ്ത്രീ പറഞ്ഞത് പച്ചക്കള്ളമാ മോളെ, അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്തായാലും അച്ഛാ, ആണുങ്ങൾ പറഞ്ഞത് ആരും വിശ്വസിക്കില്ല, പെണ്ണുങ്ങൾ പറഞ്ഞേ വിശ്വസിക്കുള്ളൂ. അച്ഛനൊരു കാര്യം ചെയ്യേ, ഒഴിഞ്ഞു കിടക്കുന്ന ഗസ്റ്റ് റൂമില്ലേ, അത് അച്ഛൻ്റെ മുറിയാക്കുന്നതാണ് നല്ലതെന്ന്. ഞാനെന്തിനാണ് എൻ്റെ വീട്ടിൽ എൻ്റെ മുറി മാറുന്നത്? ഞാൻ പറഞ്ഞു, ഇനിയും അവിടെ കതക് തുറക്കുകയോ ജനൽ തുറക്കുകയോ ഒക്കെ ചെയ്ത് പ്രശ്നങ്ങളുണ്ടാകും, അല്ലെങ്കിൽ അച്ഛൻ പെർമനൻ്റായിട്ട് അച്ഛൻ്റെ ജനൽ അടച്ചിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാം, അതേ വഴിയുള്ളെന്ന് പറഞ്ഞു. ഭർത്താവ് വന്നപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അദ്ദേഹം പൊതുവെ ടെൻഷൻ പാർട്ടിയാണ്, ആരോടും ഡീൽ ചെയ്യാനുള്ള കഴിവൊന്നുമില്ല, ജോലിയിൽ മാത്രമുള്ള കഴിവേ ഉള്ളൂ. പുള്ളിക്ക് ടെൻഷനായപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, ഇനി അത് തുറക്കില്ലെന്ന് അച്ഛന് പറഞ്ഞിട്ടുണ്ടെന്ന്. അച്ഛനോട് ഡയറക്റ്റ് ചോദിക്കാൻ എൻ്റെ ഭർത്താവിന് മടിയായിരുന്നു. എന്തായാലും അമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പുറത്തു പോയിരുന്നു. ആ സമയത്ത് ഭർത്താവിനോടമ്മ എന്തൊക്കെയോ പറഞ്ഞു. എടാ, എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിനക്ക് അങ്ങനെ തനിച്ചാക്കിയിട്ട് ഇവളെയും കൊണ്ട് വേറെ വീട്ടിലേക്ക് മാറിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. എന്നാലും അച്ഛനിൽ നിന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഭർത്താവ് സെൻറ്റിമെൻറ്റ്സ് അടിക്കുകയും ചെയ്തു. വീട്ടിലെ മറ്റു കാര്യങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം, ബില്ലടയ്ക്കുക, സൂപ്പർ മാർക്കറ്റിൽ പോകുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കാര്യം ഭർത്താവിന് പല ഷിഫ്റ്റല്ലേ, നല്ല സാലറി ഒക്കെ ഉള്ള ആളാണ്, കാശൊക്കെ എൻ്റെ കയ്യിൽ തരും, ഇഷ്ടംപോലെ ക്യാഷുണ്ട്. ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ വയ്യ, ഞാൻ തന്നെ അതെല്ലാം ചെയ്യുകയും ചെയ്യും. അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. ചിലപ്പോൾ അമ്മായിമ്മ എൻ്റെ കൂടെ ടൗണിൽ വരും. ആ സമയത്ത് അച്ഛൻ വലിയ കാറിൽ കറങ്ങി നടക്കുന്നത് ഞങ്ങൾ പല സ്ഥലത്ത് വെച്ചും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് സംസാരിക്കും, അമ്മായിമ്മ മുഖം തിരിഞ്ഞു നിൽക്കും, അത്രയേ ഉള്ളൂ. പുള്ളി ടൗണിൽ കൂടെ തേരാപ്പാരാ പോകുന്നത് പല സമയത്തും ഞാനും കണ്ടിട്ടുണ്ട്, തനിയെ പോകുമ്പോഴും. അപ്പോഴും എന്നോട് ചിരിക്കും, സംസാരിക്കും, അത്രയേ ഉള്ളൂ. അച്ഛൻ എവിടെ പോയതാണ്, എന്തിനു പോകുന്നു ഞങ്ങൾ ചോദിക്കാറേയില്ല. അവിടെ അച്ഛന് ബിസിനസ് ഉണ്ടെന്ന് അറിയാമല്ലോ. ഒരു തവണ ടൗണിൽ സൂപ്പർ മാർക്കറ്റിൽ നല്ല ഓഫറാണ്, അമ്മായിമ്മയും കൂടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ടമ്മേ, തെള്ളാനൊക്കെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ ഒരു കാര്യം ചെയ്യാം, എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാം, ലിസ്റ്റ് തന്നാൽ മതി, കുഞ്ഞിനെ അമ്മ നോക്കിക്കോളാൻ പറഞ്ഞു. ശരി മോളെ എന്ന് പറഞ്ഞിട്ട് അമ്മായിമ്മ അന്ന് വന്നില്ല, ഞാനാണ് പോയത്.
നാത്തൂനും അന്ന് വരാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ അവളും കാലിന് ചെറിയൊരു ചതവ് പറ്റിയത് കൊണ്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവളുടെ സാധനങ്ങളും ഞാൻ വാങ്ങിക്കണം. അവസാനം വലിയൊരു ഓട്ടോറിക്ഷയിൽ എല്ലാം കൊണ്ടുവരാമെന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. ഇഷ്ടംപോലെ സമയമുണ്ട്, കുട്ടിയെ അവർ രണ്ടുപേരും കൂടെ നോക്കിക്കൊള്ളുമല്ലോ. അങ്ങനെ മനസ്സമാനത്തോടു കൂടി പോയി ഞാൻ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എല്ലാം വാങ്ങി ബില്ലടിക്കാൻ നിൽക്കിപ്പോഴുണ്ട് മാഡം. തൊട്ടപ്പുറത്തെ കൗണ്ടറിൽ എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ കൂടെ പഠിച്ചവളാണ്. ഒത്തിരി കാലമായി കണ്ടിട്ട് ഞാൻ വിളിച്ചു, എടി ലിജി നീ എന്താ എവിടെ? ആ എടി എവിടെയാ നീ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്യൂവിൽ നിന്ന് സംസാരിച്ചു. അവളിപ്പോൾ ടൗണിലുണ്ട്. ഞാൻ പറഞ്ഞു, എടി ടൗണിൽ നിന്ന് ഇത്തിരി മാറി ഞങ്ങൾ താമസിക്കുന്നത്, ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. എടി ഞാനിവിടെ സെറ്റിലായിട്ട് 1 വർഷമായി. നമ്മൾ തമ്മിൽ എന്ത് ഫ്രണ്ട്ഷിപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ അന്നേരം ഒത്തിരി സംസാരിച്ചു. ബില്ലെല്ലാം അടച്ച് ട്രോളിയിൽ ഞങ്ങളെല്ലാം പുറത്തുകൊണ്ട് നിന്നു. ഇനിയിപ്പോൾ ഓട്ടോ വിളിക്കണം. ഞാൻ ചോദിച്ചു, എടി നിൻ്റെ ഇത്ര സാധനങ്ങൾ കൊണ്ടുപോകാൻ ആര് വരും? ഹസ്ബൻഡോ? ആ ഹസ്ബൻഡ് ഇല്ലടി, അങ്ങർക്കിന്ന് ഡ്യൂട്ടി ഉണ്ട്, ഇന്ന് ഇത്തിരി താമസിച്ചേ വരികയുള്ളൂ. പിന്നെ നീ എങ്ങനെ ഓട്ടോ വിളിച്ചു കൊണ്ടുപോകും? ഓ ഓട്ടോ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല, എൻ്റെ ഒരു അങ്കിളുണ്ട്, ആ അങ്കിൾ ഇപ്പോൾ വരും. ഞാൻ ഫോൺ വിളിക്കട്ടെ? എല്ലാം പർച്ചേസ് ചെയ്തെന്ന് എന്നെ കൊണ്ടുവിട്ടത് അങ്കിളാണ്. ഇനിയിപ്പോൾ അങ്കിൾ തന്നെ കാറിൽ എല്ലാ സാധനങ്ങളും എൻ്റെ വീട്ടിൽ കൊണ്ടുതരും. ഞാൻ ചോദിച്ചു, നിൻ്റെ സ്വന്തം അങ്കിളാണോ? എടി അങ്കിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബന്ധമൊന്നുമല്ല, ഒരങ്കിള്, അത്രയേ ഉള്ളൂ. എന്താടി വല്ല ചുറ്റിക്കളിയാണോ? പണ്ടേ നിനക്ക് അങ്കിൾമാരോട് വലിയ താല്പര്യമാണ്. ഞാൻ എപ്പോഴും നിന്നെ കളയേക്കുമായിരുന്നു. നിൻ്റെ സമപ്രായത്തിലുള്ള ആരോട് നിനക്ക് താല്പര്യം തോന്നില്ല. നിന്നേക്കാൾ 10-20 വയസ്സിന് മൂത്ത് ചേട്ടന്മാരെ കാണുമ്പോൾ നീ പറയും ഹായ് സൂപ്പർ എന്ന്. ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ട് അത് ശരിയായ ആറ്റിറ്റ്യൂഡ് അല്ലെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എന്തായാലും കല്യാണം കഴിച്ചത് എന്നേക്കാൾ 5 വയസ്സിന് മൂത്ത ഒരാളെയാണ്. ചെറപറ പെട്ടെന്ന് തന്നെ 2 കുട്ടികളാകുകയും ചെയ്തു. ഇപ്പം പിന്നെ ഞാൻ റിലാക്സ്ഡ് ആടി, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എനിക്ക് ഇത്തിരി പ്രായമുള്ളൊരു അങ്കിളിനെയോ അല്ലെങ്കിൽ അപ്പൂപ്പനെയൊക്കെ നോക്കരുതോ എന്ന് പറഞ്ഞ് അവളെൻ്റെ കവളിൽ നിന്നുള്ളി. നീ സീരിയസ് ആയിട്ടാണോ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, മോളെ വിവാഹം എന്ന് പറഞ്ഞത് വീട്ടുകാർ നിർബന്ധിച്ചു, ഞാൻ കല്യാണം കഴിച്ചു, 2 കുട്ടികളുമായി. അങ്ങനെ ജോലിക്ക് പോരെന്ന് പറഞ്ഞു. ഞാൻ പോയില്ല, എല്ലാം വെച്ച് വിളമ്പിക്കൊടുത്ത് ഞാൻ ജീവിക്കുന്നു. പക്ഷേ എന്ന് വെച്ചിട്ട് എൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ മരിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് എൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നടന്നു പോകുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് എനിക്കിഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ കടന്ന് പ്രവർത്തിക്കാൻ വല്ലാത്ത പേടിയായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുമായി എല്ലാം ഒന്ന് സ്റ്റോപ്പ് ആയപ്പോഴില്ലേ എനിക്കിപ്പോൾ നല്ല ധൈര്യമാണ്. എൻ്റെ പഴയ ആഗ്രഹങ്ങളൊക്കെ ഞാൻ പൊടി തട്ടിയെടുക്കാൻ തുടങ്ങി. ആക്ച്വലി പകൽ ഞാൻ നല്ല ഫ്രീ ആടി. ഷോപ്പിങ്ങിന് മറ്റും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ ഇപ്പോൾ ഞാൻ നല്ല കറക്കമുണ്ട്. കറക്കം മാത്രമേ ഉള്ളൂടി, മറ്റു വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ഓ ചുമ്മാ കറങ്ങാൻ എന്താ മോളെ, എനിക്ക് വട്ടാണോ? എല്ലാം അതിൻ്റെ കൂട്ടത്തിലുണ്ടടി. എടി നിൻ്റെ ഭർത്താവ് മറ്റും അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറിയാതെ മാനേജ് ചെയ്യണം. അതിനിപ്പോൾ എന്താ, ഞാൻ ഇനി പിടിക്കപ്പെട്ട പറയും എൻ്റെ കുഞ്ഞമ്മയുടെ ഭർത്താവാണെന്നോ അല്ലെങ്കിൽ അങ്കിളാണെന്നോ ഒക്കെ അങ്ങ് പറയും. എനിക്കിഷ്ടം പോലെ ബന്ധുക്കളുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഈ വരുന്ന ആൾക്കാരെയൊക്കെ അങ്ങ് ബന്ധുക്കളാക്കാം. നമുക്കിപ്പം നാക്കല്ലേ വയൽ കിടക്കുന്നത്, എന്ത് വേണമെങ്കിലും പറയാമല്ലോ. എൻ്റെ ഭർത്താവ് ഒരു പൊട്ടനാണ്, ഞാൻ പറഞ്ഞത് വിശ്വസിക്കും. ഇനി അഥവാ വിശ്വസിച്ചില്ലെങ്കിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞുകൊണ്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിൽ ഞാനൊരു താണ്ഡവമാടും. അതോടുകൂടി അങ്ങ് ഫ്ലാറ്റ് ഒരു പാവാട തൂങ്ങിയാടി. നീ വിചാരിക്കുന്ന പോലെയല്ല ആണുങ്ങളെ നമ്മൾ ശരിക്കുമില്ലേ ഒന്ന് കറക്കിയെടുത്ത് അങ്ങ് അടിച്ചൊതുക്കി കഴിഞ്ഞാലേ പിന്നെ നമുക്ക് സാന്ദ്രമേ ഉള്ളൂ. അങ്ങനെ ഒരാളാണ് എൻ്റെ ഭർത്താവ്. നിൻ്റെ ഭർത്താവ് എങ്ങനെയാ? ഞാൻ പറഞ്ഞു, എൻ്റെ ഭർത്താവ് പാവമാണ്, പുള്ളി ഭയങ്കര ബിസിയാണ്, വർക്കിനെ കുറിച്ച് മാത്രമാണ് ചിന്ത. അങ്ങനെയുള്ള ആണുങ്ങളല്ലേ, അവർ ഒട്ടും ശരിയല്ല. എന്തായാലും എൻ്റെ അവസ്ഥ തന്നെയാണ് നിനക്കും തോന്നുന്നു. നീ ഇപ്പോൾ ഓരോന്ന് വാങ്ങാനിറങ്ങി പലരെയും പരിചയപ്പെട്ട് കറങ്ങോടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കിളവന്മാരൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവൾ പറഞ്ഞു, കിളവന്മാരെന്നുള്ളത് എൻ്റെ ചോയ്സ്, അങ്കിൾസിനെ എനിക്കിഷ്ടമാണ്. പിന്നെ നിനക്കിപ്പം 18കാരനാണ് ഇഷ്ടമെങ്കിൽ അതെന്താ? ഇവിടെ വരുമ്പോൾ എന്തെല്ലാം ചോയ്സുകളാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും ശ്രദ്ധിക്കാറില്ല,
കൊച്ചു കള്ളി, ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആണുങ്ങളെ കാണുമ്പോൾ രക്തം ഊറ്റി കുടിക്കും. എനിക്ക് ദേഷ്യം വന്നു. നീ എന്തൊക്കെയാടി പറഞ്ഞത്? നിന്നെപ്പോലാണോ എല്ലാവരും? എൻ്റെ സ്വരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, എടി ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞപ്പോഴെങ്കിലും നിനക്ക് സാന്ദ്രബോധം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ശരി, എൻ്റെ അങ്കിൾ ഇപ്പം വരും, നിനക്കും കാണാം ഇവിടെ നിൽക്കെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാനും വെയിറ്റ് ചെയ്തു. ഇവളുടെ അങ്കിൾ ആരാണെന്ന് എനിക്ക് അറിയണമല്ലോ. ചുമ്മാ ഒരു ക്യൂരിയോസിറ്റി. അവിടെ അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ട് ആകാംക്ഷയോട് കാത്തിരുന്ന് എന്നെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ അമ്മായപ്പനാണ് കാറിൽ വന്നത്. എന്നെ കണ്ടപ്പോഴേക്കും പുള്ളി ഞെട്ടിപ്പോയി. അവൾക്ക് കാര്യങ്ങൾ അറിയില്ലല്ലോ. അവൾ ഓടി ചെന്നിട്ട് അങ്കിളിനെ എത്ര നേരിട്ട് വിളിക്കുകയാണ്. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു, വിളിച്ചു. എൻ്റെ പർച്ചേസ് അരമണിക്കൂർ മുന്നേ കഴിഞ്ഞു. ദേ എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ ഇവിടെ കുറച്ച് നേരം സംസാരിച്ച് നിന്നു. അങ്കിളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എടി, എൻ്റെ അമ്മയുടെ ഒരു കസിൻ ബ്രദറാണ് കേട്ടോ. ഇവിടെ അടുത്താണ് താമസം. സിറ്റി ലിമിറ്റിൽ തന്നെയാണ്. നിനക്കറിയാമോ, നീ പുള്ളിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അമ്മായിപ്പൻ അവളെ പെട്ടെന്ന് നീ വാ നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം ഞാനും അദ്ദേഹവും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ ഞെട്ടി. എങ്ങനെ ഒരു വീട്ടിൽ? ഞാൻ പറഞ്ഞു ഇതെൻ്റെ അമ്മായിപ്പനാണ്. നിൻ്റെ അമ്മയുടെ ആരാന്നാ പറഞ്ഞത്? അകന്ന ബന്ധത്തിലുള്ള ഒരു കസിൻ ബ്രദർ. ശരി, അമ്മയും കൊണ്ട് ദിവസം വീട്ടിലേക്ക് വരണം കേട്ടോ. കസിൻ ബ്രദറിനെയും കസിൻ സിസ്റ്ററേയും എനിക്കൊന്ന് കാണണം. നീ എൻ്റെ ബന്ധുക്കാരിയായി മാറിയല്ലോ. പണ്ട് നമ്മൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. ഇപ്പോൾ നമ്മൾ തമ്മിൽ നല്ല ബന്ധവുമുണ്ട്. അത് നല്ല കാര്യമല്ലേ മോളെ? പോയിട്ട് വാ എന്ന് പറഞ്ഞു. അമ്മായിപ്പനുടനെ സോറി മോളെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ അച്ഛാന്ന്. എന്തായാലും അവൾ എന്നോട് ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് എടി ഞാൻ നിന്നെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. എല്ലാ സാധനങ്ങളും കാറിൽ എടുത്തു വെച്ച് അവർ രണ്ടുപേരും കൂടി കാർ ഓടിച്ചു പോയി. അപ്പോൾ വഴിനീളെ ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് സംസാരിക്കും. ഇനി അവൾ വിളിക്കുമ്പോൾ അവൾ യഥാർത്ഥം പറയുമോ, വളഞ്ഞ വഴിയിലുള്ളൊരു കഥ പറയുമോ എന്ന് ഞാൻ ചിന്തിച്ചു. അവൾ യഥാർത്ഥം തന്നെ പറയും. കാര്യം അവൾ നേരത്തെ തന്നെ തുറന്നു പറഞ്ഞല്ലോ അവളുടെ യഥാർത്ഥത്തിലുള്ള ആട്ടം എന്താണെന്ന്. ഇനിയിപ്പം അമ്മായപ്പനോട് മാത്രം എന്തോ നല്ല ബന്ധമാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ ചെന്ന് വൈകുന്നേരം ഒരു 6 മണിയായപ്പോഴാണ് അവൾ എന്നെ വിളിച്ചത്. എടീ സോറി കേട്ടോ, നിൻ്റെ അമ്മായിപ്പനാണെന്ന് എനിക്കറിയില്ലായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിപ്പോൾ സാരമില്ല. കാര്യം പുള്ളി സ്വന്തം ഭാര്യയെ പോലും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ശിമ്പള കുട്ടപ്പനായിട്ട് കറങ്ങി നടക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അറിയാം പുള്ളി ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളിൽ നടക്കുകയാണെന്ന്. അതൊന്നും വലിയ കാര്യമല്ല മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ അവളിനോട് പറഞ്ഞു എനിക്ക് വേറൊരാളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പുണ്ട്. ആ പുള്ളിയാണ് നിൻ്റെ അമ്മായിച്ചനെ പരിചയപ്പെടുത്തിയത്. പിന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി. അതിന് കാരണമില്ലേ ആത്മാർത്ഥത ഒത്തിരി ഉള്ള ആളാണ്. അതെന്താടി അങ്ങർക്ക് ആത്മാർത്ഥത? നിൻ്റെ എല്ലാ കാര്യത്തിനും സഹായത്തിന് വരുമോ എന്ന് പറഞ്ഞപ്പോൾ അവൾ പൊട്ടിച്ചിരിച്ചു. എടി, ആണുങ്ങളുടെ ആത്മാർത്ഥത നമ്മുടെ കൂടെ സഹായത്തിന് വരിക എന്നുള്ളതല്ല, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആത്മാർത്ഥമായി നമ്മുടെ ആജ്ഞകൾ അനുസരിച്ച് നമുക്ക് വേണ്ടി സമയകാലക്രമങ്ങൾ നോക്കാതെ അക്ഷീണം പ്രവർത്തിക്കുന്ന മാന്ത്രിക വേണുപോതുന്ന ഒരാളായിരിക്കണം. അതാണ് ആണിൻ്റെ ഗുണം. നിൻ്റെ അമ്മായിപ്പൻ, അയാളെക്കുറിച്ച് നീ എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞാലും എനിക്ക് അയാളെ തള്ളിപ്പറയാൻ പറ്റില്ല മോളെ. അതിന് മാത്രം ഗുണഗണങ്ങൾ നിക്ഷിപ്തമായ ഒരാളാണ്. എന്താണ് എങ്ങളുടെ ഗുണഗണം? അപ്പോൾ അവൾ പറഞ്ഞു അത് നിൻ്റെ ഭർത്താവിനെ നിനക്കറിയാം, എൻ്റെ ഭർത്താവിനെ എനിക്കറിയാം. നീ എന്താ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ഭർത്താവിലില്ലാത്തത് വേറൊരിടത്ത് ഞാൻ കണ്ടെത്തിന്ന് വിചാരിച്ചോളൂ. അത് സ്വപ്നങ്ങൾക്കും മീതെ വലിയ സ്വപ്നം എനിക്ക് കിട്ടിയതുപോലെയായിരുന്നു. രണ്ടാമത് നമ്മൾ പറയുന്നത് അനുസരിക്കുക. മൂന്നാമത് ടൈം, അതും മികച്ച ഒരു കാര്യമാണ്. നിൻ്റെ അമ്മായിച്ചൻ എല്ലാം കൊണ്ടും തികഞ്ഞൊരു മനുഷ്യനാണ്. അങ്ങേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂവമ്പൻ്റെ കുലച്ച വല്യമായി ലോകത്ത് അവതരിച്ച ഒരു മനുഷ്യനാണ്. ശരിയായിരിക്കാം, അങ്ങേർക്കൊരിക്കലും അങ്ങയുടെ ഭാര്യയോട് മാത്രം നിൽക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ജന്മം അതാണ്. ഇത്രയും വർഷം ആ വീട്ടിൽ താമസിച്ചിട്ടും അങ്ങേരുടെ യഥാർത്ഥ ഗുണം നിനക്കറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടി, അങ്ങേരുടെ ഗുണമൊക്കെ എനിക്കറിയാം, പക്ഷേ എൻ്റെ അടുത്ത് അന്ന് നടക്കില്ല. അതാണ് നിനക്ക് പറ്റിയ തെറ്റ്. നിനക്ക് നഷ്ടമാണ് മോളെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നീ കിഴങ്ങനായ നിൻ്റെ ഭർത്താവിനെ ഓർത്ത് അഭിമാനം കൊള്ളുന്നുണ്ടാകും. പക്ഷേ നാളെ ഒരു കാലത്ത് നീ ഓർക്കും
ഒരൊറ്റക്കൊമ്പനെ എനിക്കും കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. നീയല്ല ഞാൻ അങ്ങനെ ഓർക്കില്ല. നീ നിൻ്റെ കാര്യം നോക്ക്. നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ തുടർന്നോളൂ, എന്നോട് വിസ്തരിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ അതൊഴിവാക്കാൻ ശ്രമിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കില്ലേ മാഡം, അവൾ എനിക്ക് ഫോട്ടോയും വീഡിയോ എല്ലാം കൂടി ഏകദേശം 19 അയച്ചു തന്നു. ഒരു ക്യൂരിയോസിറ്റി, അതിൻ്റെ പേരിൽ അതെല്ലാം ഞാൻ കുത്തിയിരുന്ന് കണ്ടു. കാണാതിരിക്കാൻ എന്നെക്കൊണ്ടായില്ല. അമ്മായിപ്പൻ നിറഞ്ഞു നിൽക്കുന്ന രംഗങ്ങൾ കാണാൻ എനിക്കാദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും കണ്ടു തുടങ്ങിയാൽ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ തുടങ്ങി ഏകദേശം 1 മണിക്കൂറെടുത്തു മുഴുവനും ഒന്ന് അനലൈസ് ചെയ്യാൻ. പക്ഷേ ആ 1 മണിക്കൂർ കൊണ്ട് എൻ്റെ മനസ്സ് പാടെ മറിഞ്ഞു. കാരണം എൻ്റെ ഭർത്താവ് ഇയാളുടെ മോൻ തന്നെയാണോ? അങ്ങേരുടെ ഒരു ഗുണവും ഇങ്ങേർക്കില്ല, ഒരു കഴിവുമില്ല. ഇലയിട്ട് ചോറ് വിളമ്പി അതിന് മുകളിൽ പരിപ്പ് കറി മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ സദ്യയാകുമോ? ഒരിക്കലുമില്ല. പക്ഷേ ഞാൻ ആ സദ്യയാണ് സദ്യ എന്ന് വിളിക്കുന്നത്. ശരിക്കുമുള്ള സദ്യ ഞാൻ കഴിച്ചിട്ടില്ല. അവൾക്കും എൻ്റെ അവസ്ഥ വന്ന് കാണും. അപ്പോൾ ശരിക്കുള്ള പലതരം സദ്യകൾ കഴിക്കാൻ അവൾ പോയി. അവളെ കുറ്റം പറയാൻ പറ്റില്ല. അവസാനം എൻ്റെ മനസ്സ് ആകെ മാറി മറിഞ്ഞത് എനിക്കും അറിയാൻ പാടില്ലായിരുന്നു. അവൾ പിന്നീട് എന്നോട് കഥകൾ വിവരിക്കുകയും പിന്നെയും ഫ്രഷ് വീഡിയോസ്, അത് അമ്മായിപ്പേർ ഉൾപ്പെട്ടതും അല്ലാത്തതുമൊക്കെ അയച്ചു തന്നുകൊണ്ടിരുന്നു. മാഡം, കഴിഞ്ഞ മാസം അമ്മായിപ്പനും ഞാനും തമ്മിൽ സാധാരണ രീതിയിൽ തന്നെയാണ് ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു പോകുന്നത്. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഞാനൊന്ന് മയങ്ങാൻ തുടങ്ങിയായിരുന്നു. ആ സമയത്ത് അപ്രതീക്ഷിതമായി അമ്മായിപ്പൻ കയറി വന്നു. എൻ്റെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അമ്മായിമ്മ രാവിലെ അപ്പുറത്തേക്ക് കൊണ്ടുപോയതാണ്. ഇനിയിപ്പം വൈകുന്നേരം കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ അച്ഛാ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം നിൻ്റെ കൂട്ടുകാരി പറഞ്ഞു കാണുമല്ലോ എന്ന് പറഞ്ഞ് അധിനിവേശത്തിന് വന്ന അഭയാർത്ഥിയെ പോലെയായിരുന്നു അയാൾ. എനിക്ക് വേണ്ട അച്ഛ എന്നൊക്കെ പറഞ്ഞെങ്കിലും ബലത്തിനും ആവേശത്തിനും മുന്നിൽ എനിക്ക് ഒന്നുമാകുമായിരുന്നില്ല. ഞാനൊരു കരിയില പോലെ പാറി പറന്നു പോയി. 5 മിനിറ്റ് കണ്ടു ശീലിച്ച ഞാൻ 5ഉം 10ഉം 1 മണിക്കൂറും കടന്നു പോകുന്നത് എങ്ങനെയോ നാഴികമണിയില്ലാതെ, സൂചികൾ പോലും അറിയാതെ ഉള്ളുകൊണ്ട് ഉള്ളറിഞ്ഞു. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അന്ന് തൊട്ട് ഇന്ന് വരെ ആരും അവിടെ ഇല്ലെങ്കിൽ അയാൾ അവിടേക്ക് കടന്നു വരും. അയാൾ വരുന്ന നിമിഷം മുതൽ ഞാൻ ഒരു മാജിക്കാരൻ്റെ കയ്യിൽ അകപ്പെട്ടതുപോലെയാണ്. എനിക്കറിയില്ല, ഞാൻ ഒന്നും എതിർത്ത് പറയാറില്ല. കാരണം അദ്ദേഹം പകർന്നു തരുന്ന വർണ്ണാഭമായ നീലാകാശത്ത് കൂടി പാറിപ്പറക്കുന്ന ഒരു പരന്തത്തെയാണ് ഞാൻ. എല്ലാം കഴിയുമ്പോൾ മാത്രമേ ഞാൻ ബോധമണ്ഡലത്തിലേക്ക് വരാറുള്ളൂ. എനിക്ക് ഒരിക്കൽ പോലും പിന്നീട് നോ പറയാൻ തോന്നിയിട്ടേ ഇല്ല മാഡം. റിസ്ക് ആണെന്ന് എനിക്കറിയാം. അങ്ങേരാണെങ്കിൽ ധാരാളം മരങ്ങളിൽ ചാടി നടക്കുന്ന ഒരു കുട്ടിക്കുരങ്ങനാണ്. എനിക്ക് പേടിയുണ്ട്. പലവിധ റിസ്കുകളും ഹെൽത്ത് റിസ്ക് പോലും എനിക്ക് അറിയാം. പക്ഷേ ഒന്നും എനിക്ക് എതിർത്ത് പറയാൻ പറ്റുന്നില്ല. ഇത് എന്താണ് മാഡം? എന്ത് ബലഹീനതയാണ്? ഇതിൽ നിന്ന് പുറത്ത് കടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഇങ്ങനെ കുറേ മെയിലുകൾ വരാറുണ്ട്. അതായത് മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു, കാണിച്ചു, വീഡിയോ കണ്ടു, അപ്പോഴേക്കും കുഴൽക്കിണറിലേക്ക് ഞാനങ്ങ് പോയി വെള്ളം കോരി എന്ന് പറയുന്ന ആളുകൾ. എന്തായാലും മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടല്ല നിങ്ങളിങ്ങനെ ആയത്. കാര്യം ഇതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. കണ്ട് മോഹിച്ച് നമ്മൾ തന്നെ അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ട് മറ്റുള്ളവരെയോ സിറ്റുവേഷനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി, റിസ്ക് എടുക്കേണ്ടെന്ന് മനസ്സിലായി സ്വയം അതിൽ നിന്ന് മാറേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. എല്ലാ കുഴപ്പങ്ങളും എനിക്കറിയാം, പക്ഷെ പുറത്തു വരാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോഴേക്കും ഒരു ബലഹീനതയാണ്. അത് നെഗറ്റീവാണ്. ആ നെഗറ്റീവിനെ പോസിറ്റീവാക്കാൻ സ്വയം പറ്റിയില്ലെങ്കിൽ ഒരു കൗൺസിലറുടെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെയോ സഹായം തേടാം. കാര്യം ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇത്ര ഒരാളെ അല്ല ഒരിക്കലും സ്വീകരിക്കേണ്ടത്. ഭർത്താവ് ഓക്കെ, ഇനി കൊള്ളരുതാത്തവരാണെന്ന് പറഞ്ഞാൽ പോലും ഈ ചോയ്സ് മഹാബാഡാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നല്ലൊരു വഴി തേടി നല്ലൊരു വ്യക്തിത്വത്തിലേക്ക് വരിക.